ബാംഗ്ലൂർ സ്വന്തം വീട്ടിലായിരുന്നു ലക്ഷ്മിയമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ താമസിച്ചിരുന്നത്. അവരുടെ മകന്റെ പേര് മഞ്ജുനാഥ് എന്നായിരുന്നു. 35 വയസ്സായിരുന്നു ആളുടെ പ്രായം. അപ്പോൾ ഇവരുടെ ഹസ്ബൻഡ്, മഞ്ജുനാഥിൻ്റെ ഭാര്യ, പിന്നെ മഞ്ജുനാഥിൻ്റെ 2 മക്കൾ, അങ്ങനെ എല്ലാവരും കൂടെ നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ താമസിച്ചു വരികയായിരുന്നു. 50കളുടെ സ്റ്റാർട്ടിങ്ങിലായിരുന്നു ലക്ഷ്മിയമ്മ. അങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ട് ഇവരുടെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ 2023 ഒക്ടോബർ 5-ാം തീയതി ഏകദേശം വൈകുന്നേരം ഒരു 4 മണി ടൈമൊക്കെ ആയിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് മകൻ ഓഫീസിൽ ഇങ്ങനെ ഇരുന്നിങ്ങനെ വർക്ക് ചെയ്യായിരുന്നു. അപ്പോഴാണ് വൈഫിൻ്റെ കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്മി എന്നായിരുന്നു വൈഫിൻ്റെ പേര്. വൈഫിൻ്റെ കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്താണ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വിളിക്കുന്നത്, എന്തെങ്കിലും എമർജൻസി ആവുമെന്ന് വിചാരിച്ചുകൊണ്ട് മഞ്ജുനാഥ് കോൾ എടുക്കുകയാണ്. ആൾ കോൾ എടുത്ത് നോക്കുമ്പോൾ വൈഫല്ല സംസാരിക്കുന്നത്, ആളുടെ അച്ഛനാണ്. അപ്പോൾ എന്താ അച്ഛാ കാര്യം പറയുമെന്ന് പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വൈഫ് ഇങ്ങനെ കരയുന്ന ഒരു ഒച്ചയും കൂടെ ആൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അമ്മ ബാത്റൂമിൽ വഴുക്ക് വീണെന്നാണ് തോന്നുന്നത്, എന്തായാലും അനക്കൊന്നുമില്ല, നീ എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് വരാനായിട്ട് പറയുകയാണ്. ഇത് കേട്ട് ടെൻസ്ഡ് ആയിട്ടുള്ള അയാൾ ഉടനെ തന്നെ അവിടെ നിന്ന് തൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം ആംബുലൻസും കാര്യങ്ങളൊക്കെ വന്നു. ഉടനെ തന്നെ അമ്മയെ ഹോസ്പിറ്റലിലോട്ട് എത്തിച്ചു. ഹോസ്പിറ്റലിലെത്തി അവിടെ ചെക്ക് ചെയ്ത ഡോക്ടർമാർ പറഞ്ഞത് അവർ ഓൾറെഡി മരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഡോക്ടേഴ്സ് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആയിരിക്കാം ഒരു കാരണം എന്നുള്ളത് ഡോക്ടേഴ്സ് പറയുകയാണ്. അപ്പോൾ മഞ്ജുനാഥ് പറഞ്ഞു, എൻ്റെ അമ്മക്ക് യാതൊരു അസുഖങ്ങളും കാര്യങ്ങളൊന്നുമില്ല, അവർ 50കളുടെ സ്റ്റാർട്ടിങ്ങിലാണ്, ജസ്റ്റ് 50 വയസ്സൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഉള്ളൂ, ആ ഒരു പ്രായമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനൊരു ഹാർട്ട് അറ്റാക്ക് എങ്ങനെ വരാനാണ്, ഇവരൊരു മെഡിസിൻ പോലും കഴിക്കുന്നില്ല എന്നുള്ള കാര്യം പറയുകയാണ്. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, ഇപ്പോഴത്തെ കേസിൽ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും, അതായത് ഇപ്പോഴത്തെ ഒരു സമയത്ത് ആർക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഹാർട്ട് അറ്റാക്ക് വരാം. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാം എന്നുള്ളൊരു കാര്യം അവർ പറയുകയാണ് ഉണ്ടായത്. പോലീസിൽ കേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫർദർ ഇൻഫോർമേഷന് വേണ്ടിയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാമെന്നുള്ളൊരു കാര്യം ഈ ഡോക്ടേഴ്സ് പറഞ്ഞപ്പോൾ മഞ്ജുനാഥും ഫാമിലിയും വേണ്ട, എന്താണെന്നുണ്ടെങ്കിലും ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലോട്ടായിരുന്നു എത്തിയത്. അങ്ങനെ ശവസംസ്കാര ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ ഒരു കേസിൽ ഒരുപാടധികം ട്വിസ്റ്റുകൾ ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. അത് അക്ഷരാർത്ഥത്തിൽ മഞ്ജുനാഥിനെയും ഫാമിലിയെയും അതുപോലെ തന്നെ പോലീസുകാരെയും ഞെട്ടിച്ചു എന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ ആ ഒരു സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. അമ്മ മരിച്ച് കുറച്ച് ദിവസം മഞ്ജുനാഥ് ഓഫീസിൽ പോയില്ല. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് പതിയെ ഓഫീസിൽ പോയി തുടങ്ങി. അങ്ങനെ 13-ാം തീയതി ആൾ ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് ആൾക്ക് ഒരു കോൾ വരികയാണ്. ആ കോള് വിളിച്ച ആളുടെ പേര് രാഘവേന്ദ്ര എന്നായിരുന്നു. ആള് ഈ ഒരു മഞ്ജുനാഥിൻ്റെ വീട്ടിലെ മുകളിലത്തെ ഫ്ലോറിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഒരാളായിരുന്നു. ആളും അക്ഷയുമായിരുന്നു അവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്നത്. അതായത് മഞ്ജുനാഥിൻ്റെ അത് 2 നില വീടാണ്. അപ്പോൾ മുകളിലത്തെ ഫ്ലോറ് അവർ വാടക കൊടുത്തേക്കായിരുന്നു. ഈ ലക്ഷ്മി അമ്മയുടെയും ഹസ്ബൻഡിൻ്റെയും മെയിൻ ആയിട്ടുള്ള ഒരു വരുമാനം ആ ഒരു വാടക കാശായിരുന്നു. പിന്നെ മഞ്ജുനാഥ് മേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ മുകളിൽ താമസിക്കുന്ന ആ പയ്യനായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ കാര്യം എന്ന് മഞ്ജുനാഥ് ചോദിക്കുകയാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ അമ്മയെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണെന്നുള്ള കാര്യങ്ങളോട് പറയുകയാണ്. കുറച്ച് പെട്ടെന്ന് വേണം, എന്തായാലും നമുക്കൊന്ന് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ മഞ്ജുനാഥ് പറഞ്ഞു, ഓക്കെ വൈകുന്നേരം ഞാൻ വീട്ടിലോട്ട് വരുമ്പോൾ സംസാരിക്കുക എന്നുള്ളത് പറയുകയാണ്. എന്നാൽ ആ ഒരു പയ്യൻ സമ്മതിച്ചില്ല. ഇല്ല, വീട്ടിൽ വെച്ച് സംസാരിക്കാൻ പറ്റിയൊരു കാര്യമല്ല, നമുക്ക് വല്ല പുറത്ത് ചായക്കടയിലോ ബേക്കറിയിലോ എവിടെ വെച്ച് വേണമെന്നുണ്ടെങ്കിൽ സംസാരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കമ്പനിയിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ വരെ വരാം, എന്തായാലും പെട്ടെന്ന് വേണം, അതുപോലെ തന്നെ ഇതാരോടും പറയരുത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. അങ്ങനെ പുറത്തു വെച്ച് സംസാരിക്കാമെന്ന് മഞ്ജുനാഥും ഏൽക്കുകയാണ്. അങ്ങനെ അവർ പുറത്തു വെച്ച് സംസാരിച്ചു. അങ്ങനെ 14-ാം തീയതിയായി. രാവിലെ 10 മണി ടൈമൊക്കെ ആയപ്പോഴേത്തിനും മഞ്ജുനാഥിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് പോലീസ് ജീപ്പ് വരികയാണ്. പോലീസുകാരുണ്ടായിരുന്നു, ലേഡി കോൺസ്റ്റബിളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അവർ നേരെ മഞ്ജുനാഥിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഈ ഒരു രാഷ്മിയെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അതിനോടൊപ്പം തന്നെ മുകളിൽ ചെന്നിട്ട് അക്ഷയെയും അറസ്റ്റ് ചെയ്തു. അതിനുശേഷം അവർ നേരെ അവരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് ചോദ്യം ചോദിക്കാനായിട്ട് ആരംഭിച്ചു. അവർ ചോദിച്ചൊരു ചോദ്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളല്ലേ ആ ഒരു ലക്ഷ്മി അമ്മയെ കൊന്നത് എന്നുള്ളതായിരുന്നു. ഇത് കേട്ട് രണ്ടുപേരും അല്ല എന്നുള്ളൊരു കാര്യം പറയുകയാണ്. ഞങ്ങൾ എന്തിന് ലക്ഷ്മി അമ്മയെ കൊല്ലണം, ഞങ്ങൾ അമ്മയെ പോലെ തന്നെ കണ്ടിരുന്ന ഒരു സ്ത്രീയാണ്, അവരെ ഞങ്ങളെങ്ങനെ കൊല്ലണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ രാഷ്മി പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് ഇതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്നും വെച്ചേക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോഴാണ് പോലീസുകാർ ഒരു കാര്യം രാഷ്മിയോട് പറഞ്ഞത്. നിങ്ങളുടെ ഹസ്ബൻഡ് തന്നെയാണ്, നിങ്ങൾ രണ്ടുപേരുമാണോ ഇത് ചെയ്തത് എന്നുള്ളൊരു സംശയമുണ്ട് എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞത് എന്നുള്ളൊരു കാര്യം പറയുമ്പോഴാണ് രാഷ്മി ആകെപ്പാടെ തകർന്നു പോകുന്നത്. എന്നാലും ഇവർ രണ്ടുപേരും ഇവരുടെ സ്റ്റേറ്റ്മെന്റ്സിൽ ഉറച്ചു നിൽക്കുകയാണ്. ആ ഒരു മരണവും ഞങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പോലീസുകാർ ഇവരുടെ രണ്ടുപേരുടെയും ഫോൺ എടുക്കുകയാണ്. എന്നിട്ട് ഫോണിലത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ കാണിച്ച് ഇവരോട് ചോദിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് സമ്മതിക്കുകയല്ലാതെ യാതൊരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല. അവസാനം ലക്ഷ്മി അമ്മയെ കൊന്നത് അവരാണെന്ന് സമ്മതിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ പോലീസിന് വേറൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ,
ഒരു സ്ത്രീ മരിച്ചു, ഡോക്ടേഴ്സ് ഹാർട്ട് അറ്റാക്ക് ആണെന്നുള്ളൊരു സംശയം പറഞ്ഞു. അതിനുശേഷം സംസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷമാണ് ഇങ്ങനെ ഇവർ രണ്ടുപേരാണ് കുറ്റവാളികൾ എന്നുള്ളൊരു തലത്തിലോട്ട് കാര്യങ്ങൾ എത്തുന്നത്. അപ്പോൾ ഇതെങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചതെന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഈ ഒരു രാഘവേന്ദ്രയെയും അതുപോലെ തന്നെ മഞ്ജുനാഥിനെയും കൂടെ പോലീസുകാർ ചോദ്യം ചെയ്യുകയാണ്. ഇവരുടെ ഫാമിലിയുടെ കാര്യം നോക്കാന്നുണ്ടെങ്കിൽ നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു കേട്ടോ. അതായത് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. അമ്മായിയമ്മയും അമ്മായിപ്പനും അതുപോലെ തന്നെ മരുമകളും തമ്മിൽ യാതൊരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു 10-11 വർഷമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നല്ല സ്മൂത്ത് ആയിട്ടായിരുന്നു ഇവരുടെ റിലേഷനൊക്കെ പോയിരുന്നത്. 2 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മുകളിലത്തെ നിലയിലത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 വർഷങ്ങൾക്ക് മുൻപാണ് അവർക്ക് രണ്ടുപേർക്കും ആ ഒരു വീട് വാടക കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് മുകളിലത്തെ ഫ്ലോർ വാടക കൊടുത്തിട്ടുണ്ടായിരുന്നത്. കറക്റ്റായിട്ട് വാടകയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ 6 മാസങ്ങൾക്ക് മുൻപ് ചെറുതായിട്ട് സ്ഥിതിഗതികൾ ഒന്ന് മാറുകയാണ്. അത് അക്ഷയിൻ്റെ കാര്യത്തിലായിരുന്നു കൂടുതലായിട്ട് ബാധിച്ചത്. അതായത് റിസഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് ആളുടെ ജോലി പോവുകയാണ്. അതിനുശേഷം ആ ഒരു റൂമിലിരുന്നിട്ട് ആൾ പല ജോലികൾക്കും മറ്റും അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ആ സമയത്താണ് അക്ഷയ് രാഷ്മിയെ ശ്രദ്ധിക്കുന്നത്. എന്നും രാഷ്മി തുണി ഉണക്കാനായിട്ട്, അലക്കിയതിന് ശേഷം ഉണക്കാനായിട്ട് ടെറസിലോട്ട് പോകും. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറും കഴിഞ്ഞിട്ടാണല്ലോ ടെറസിലോട്ട് പോവുക. അപ്പോൾ രാഷ്മിയെ ശ്രദ്ധിച്ചപ്പോൾ അവരുടെ മേൽ ഇയാൾക്ക് ഒരു ആഗ്രഹം തോന്നുകയാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഒന്ന് മുട്ടി നോക്കാൻ തന്നെ തീരുമാനിച്ചു. അവർക്കും നമ്മളുടെ അടുത്തൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണെന്നുണ്ടെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് പോകുമല്ലോ എന്നുള്ളൊരു തീരുമാനത്തിൽ അടുത്ത ദിവസം രാഷ്മി ഇതേപോലെ തന്നെ മുകളിൽ തുണി ഉണക്കാനായിട്ട് പോയപ്പോൾ പതിയെ പിന്നാലെ മുകളിലോട്ട് പോവുകയാണ്. അതിനുശേഷം പതിയെ സംസാരിക്കാനും മറ്റൊക്കെ തുടങ്ങി. പിന്നീട് ഇത് സ്ഥിരമായിട്ട് രാഷ്മി പോകുന്ന ആ ഒരു സമയത്ത് ഇയാൾ നേരെ മുകളിലോട്ട് പോകാനും അതുപോലെ തന്നെ അവരായിട്ട് സംസാരിക്കാനും ഒക്കെ തുടങ്ങുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ രാഷ്മിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതായത് അക്ഷയ് എന്ന് പറയുന്ന പയ്യൻ തന്നെക്കാട്ടിലും കുറച്ച് വയസ്സും കാര്യങ്ങളൊക്കെ താഴെയാണ് ഈ ഒരു പയ്യൻ മുകളിലോട്ട് വരുന്നത്. തൻ്റെ അടുത്ത് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടാണ്, തൻ്റെ അടുത്ത് സംസാരിക്കാനും മറ്റൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അത് തടയേണ്ടതിന് പകരം അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും ആ ഒരു പയ്യൻ്റെ അടുത്ത് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയാണ്. അപ്പോൾ കുറേ നാളായി ഭർത്താവിൻ്റെയും കാര്യങ്ങളും ഇങ്ങനെ നോക്കി നടക്കുന്നു. അപ്പോൾ നമുക്കും എന്തെങ്കിലും ഒരു പുതുമ വേണ്ടേ എന്നുള്ളൊരു തോട്ടിലോട്ട് അവരെത്തുകയാണ്. അതിനുശേഷം അവർ പർപ്പസ്ഫുള്ളി ഇടയ്ക്കിടയ്ക്ക് മുകളിലോട്ട് പോകാനായിട്ട് തുടങ്ങി. അതായത് ഒരു സമയത്ത് എന്താ പറയുക 3-4 തവണയൊക്കെ ഡെയിലി 5 തവണ വരെ അലക്കിയിട്ട് പല സമയത്തായിട്ട് മുകളിലോട്ട് പോകാനായിട്ട് തുടങ്ങി. ജസ്റ്റ് പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പയ്യനെ കാണാൻ സംസാരിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അപ്പോൾ ഈ പയ്യനാണെന്നുണ്ടെങ്കിൽ ഈ സ്ത്രീ പോകുന്നത് നോക്കിയിരിക്കുകയും അതുപോലെ തന്നെ പിന്നാലെ പോവുകയും തുടങ്ങി. അതിനുശേഷം ഇവർ ഫോൺ നമ്പർ എക്സ്ചേഞ്ച് ചെയ്തു. അതിനുശേഷം ഇവർ വീട്ടുകാരും മറ്റൊന്നും അറിയാതെ ചാറ്റിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങി. അതിനുശേഷം ഇവർ പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോസും മറ്റുമൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു ലെവലിലോട്ട് കാര്യങ്ങൾ എത്തുകയാണ്. പിന്നീട് അത് വീഡിയോ കോളിലോട്ടും മറ്റും എത്തുകയാണ്. അതിനുശേഷം ഇവർ രണ്ടുപേരും ചിന്തിച്ചിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് നമുക്ക് ഒരുമിച്ച് എന്താ പറയുക കാണാൻ പറ്റുക എന്നുള്ളൊരു കാര്യം മാത്രമായിരുന്നു. രാഷ്മിയുടെ വീട്ടിൽ യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിലും അക്ഷയുടെ റൂംമേറ്റ് ആയിട്ടുള്ള രാഘവേന്ദ്രക്ക് ചെറിയ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 2-3 മാസമായിട്ട് ഈ പയ്യന് പണിയും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ വാടകയാണെന്നുണ്ടെങ്കിൽ കൊടുക്കുന്നതായിട്ട് കാണുന്നുമില്ല. അപ്പോൾ എന്തൊക്കെയോ ഉടായ്പ കാര്യങ്ങളുണ്ട് എന്നുള്ളത് പയ്യൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ദിവസം 1-2 മണിക്കൂറൊക്കെ സംസാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഉറങ്ങിയതിന് ശേഷമായിരുന്നു. അതുകൊണ്ട് ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ചാൻസിന് വേണ്ടിയിട്ട് ഇവരിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. 2 മാസം ഇവരുടെ ബന്ധം ടെറസിലും ഫോണിലൊക്കെ ആയിട്ട് ഇങ്ങനെ നീണ്ടു പോവുകയാണ്. അപ്പോൾ അതിനുശേഷം ഈ രാഷ്മി ഒരു കാര്യം തിരിച്ചറിയുകയാണ്. ഇവരുടെ അമ്മായിയമ്മ ലക്ഷ്മിയമ്മ ഒരു ഈവനിങ് ടൈമിൽ എന്നും പച്ചക്കറി വാങ്ങാനായിട്ട് മാർക്കറ്റിലോട്ട് പോകും. ഏകദേശം ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ ടൈമൊക്കെ എടുത്ത് ആൾക്കാരോടൊക്കെ സംസാരിച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി പതുക്കെയാണ് വരാറ്. അത് അവരുടെ ഒരു ഡെയിലി റൊട്ടീനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു ടൈം നല്ല കറക്റ്റ് ടൈം ആയിരിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിട്ട് പിറ്റേ ദിവസം ആ ഒരു സമയമൊക്കെ ആയപ്പോൾ അക്ഷയനൊക്കെ വിളിച്ചു, കാര്യങ്ങളൊക്കെ സെറ്റാക്കി. അതിനുശേഷം അവർ കുളിച്ചൊരുങ്ങി ഇതേപോലെ തന്നെ ഒരു ബക്കറ്റിൽ കുറച്ച് തുണിയും എടുത്ത് മുകളിലോട്ട് പോവുകയാണ്. എന്നാൽ അവർ ടെറസിലോട്ടല്ല പോയത്, നേരെ അക്ഷയുടെ മുറിയിലോട്ട് പോയി. അതിനുശേഷം അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അത് ഒരു തുടക്കം മാത്രമായിരുന്നു. അന്ന് തുടങ്ങിയിട്ട് എന്നൊക്കെ ഈ ഒരു ലക്ഷ്മിയമ്മ ഇതുപോലെ തന്നെ സാധനങ്ങൾ പച്ചക്കറി വാങ്ങാനായിട്ട് പുറത്തോട്ട് പോകുന്നുണ്ടോ അപ്പോഴൊക്കെ കുളിച്ച് ഈ ഒരു രാഷ്മി എന്ന് പറയുന്ന സ്ത്രീ മുകളിലോട്ട് തുണി ഉണക്കാനെന്നുള്ള വ്യാജേന പോകും, നേരെ അക്ഷയുടെ മുറിയിലോട്ട് പോകും. ഇതൊരു പതിവായിട്ട് ഇങ്ങനെ തുടർന്ന് വരികയാണ്. എന്നും ബക്കറ്റൊക്കെ എടുത്തിട്ടായിരുന്നു പോയിരുന്നത്. ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ചെയ്തിരുന്നത്. എന്താണെന്നുണ്ടെങ്കിലും ഇവർ തമ്മിലുള്ള ആ ഒരു ബന്ധം വളരെയധികം ദൃഢമാവുകയാണ്. പിരിയാൻ പറ്റാത്ത വിധം അവർ അടുക്കുകയാണ് ഉണ്ടായത്. എന്നാൽ എന്തൊരു ഉടായ്പാണെന്നുണ്ടെങ്കിലും കുറച്ചാൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരെങ്കിലുമൊക്കെ കണ്ടെത്തുമല്ലോ, പുറത്തറിയുമല്ലോ. അങ്ങനെ ഈ ഒരു കേസിലും സംഭവിക്കുകയാണ്. സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഇതേപോലെ തന്നെ ലക്ഷ്മിയമ്മ താൻ മാർക്കറ്റിലോട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്നാൽ തൊട്ടടുത്ത വീട്ടിലുള്ള ആളെ കണ്ടപ്പോൾ
അവരായിട്ട് അങ്ങനെ സംസാരിച്ചിരുന്നു. അതിനുശേഷം അവരുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അവിടുത്തെ ജനലിലൂടെ തൻ്റെ വീട് കാണായിരുന്നു. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിലോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് തൻ്റെ മരുമകൾ കുളിച്ചിട്ട് ഇതേപോലെ തന്നെ ബക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് മുകളിലോട്ട് പോകുന്നത് ഇവർ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ അലക്കാൻ തുണിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്നുള്ളത് ഇവർ ഓർത്തു. ഇവരിങ്ങനെ അലക്കിക്കൊണ്ടിരിക്കില്ല, അപ്പോൾ അലക്കാനുള്ള തുണിയൊക്കെ കുറവായിരിക്കും. അപ്പോൾ അവരങ്ങനെ ഓർത്തു. അപ്പോൾ ഇവരിങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ്. അപ്പോൾ അവർ ടെറസിലോട്ടല്ല പോകുന്നത്, അക്ഷയ് എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ മുറിയിലോട്ടാണ് പോകുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അപ്പോൾ അയൽവാസികളോട് എന്തൊക്കെയോ പറഞ്ഞ് നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങി അവരന്ന് മാർക്കറ്റിലോട്ട് പച്ചക്കറി വാങ്ങാനായിട്ട് പോയില്ല, നേരെ മുകളിലോട്ട് കയറി ചെന്നു. അതിനുശേഷം അവിടുത്തെ ഡോറിൽ ഇങ്ങനെ നോക്കിയാണ്. അപ്പോൾ അക്ഷയും അതുപോലെ തന്നെ രാഷ്മിയും അകത്തുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഇങ്ങനെ പതുങ്ങിയിരുന്നു. ഇതുപോലെ ഡെലിവറി ബോയോ ആരൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും വന്ന് കുറച്ച് നേരം കഴിഞ്ഞ് തട്ടി കഴിഞ്ഞിട്ട് ഇവിടെ ആളില്ലാന്ന് വിചാരിച്ച് പൊക്കോളും, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കിടന്ന് ഉറങ്ങായിരിക്കും, അതായത് അകത്തുള്ള ആരാണോ അവർ കിടന്ന് ഉറങ്ങായിരിക്കും എന്ന് വിചാരിച്ച് പൊക്കോളും എന്ന് വിചാരിച്ച് അവരിങ്ങനെ മിണ്ടാതിരിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ലക്ഷ്മി അമ്മ അവിടെ ഉണ്ടായിരുന്ന ഒരു ജനലിലൂടെ ഇങ്ങനെ പാളി നോക്കുകയാണ്. അപ്പോൾ ഉടുതുണിയില്ലാതെ കിടക്കുന്ന തൻ്റെ മരുമകളെയും അതുപോലെ തന്നെ മുകളിൽ താമസിക്കുന്ന ഒരു അക്ഷയെയുമാണ് അവർ കണ്ടത്. അപ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. അവർ വീണ്ടും ആ ഒരു ദേഷ്യത്തിൽ വീണ്ടും തട്ടി നോക്കി. അവർ ഡോറ് തുറന്നില്ല. എന്തായാലും വീട്ടിലോട്ട് തന്നെയാണല്ലോ അവൾ വരുന്നത് എന്നുള്ള ആ ഒരു ഇതിൽ അവർ താഴെ പോയിട്ടിരിക്കുകയാണ്. അതായത് ഈ ഒരു രാഷ്മിയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് അവരുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാഷ്മി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് നേരെ താഴോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ലക്ഷ്മി അമ്മ ചോദിച്ചു എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ രാഷ്മി പറഞ്ഞു ഞാൻ മുകളിൽ തുണി ഇതേപോലെ തന്നെ ഉണക്കാനിടാനായിട്ട് പോയിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം പറയുകയാണ്. അപ്പോൾ ഈ ഒരു ലക്ഷ്മി അമ്മ പറഞ്ഞു നീ എങ്ങോട്ടാണ് പോയത്, എന്താണ് ചെയ്തത്, ആരുടെ കൂടെയാണ് ചെയ്തത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ഇന്നിത് ഇവിടെ വെച്ച് നിർത്തിക്കോ, ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊന്നുകളയും, എൻ്റെ മകനോടും ഞാൻ പറയും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. അപ്പോൾ ഈ ഒരു രാഷ്മി അവിടെ കിടന്ന് ഉരുണ്ടു. അതായത് ഞാൻ തുണി ഉണക്കാൻ തന്നെയാണ് പോയത്, അമ്മ എന്തൊട്ടൊക്കെയാണ് ഈ പറയുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് നൈസായിട്ട് മുറിയിലോട്ട് പോവുകയാണ്. ഉടനെ തന്നെ ഈ ഒരു അക്ഷയ്ക്ക് ടെക്സ്റ്റ് ചെയ്ത് ഇതേപോലെ തന്നെ ഇവിടെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്, ഇനി കുറച്ചാൾ എന്നെ വിളിക്കേണ്ട, നമുക്ക് കാണാനൊന്നും പറ്റില്ല, ആകെ കൂടെ പ്രശ്നമാണെന്ന് പറഞ്ഞു. ഈ ലക്ഷ്മിയമ്മ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരായിട്ടുള്ള സംസാരം കഴിഞ്ഞ് നേരെ അക്ഷയുടെ അടുത്തോട്ട് പോവുകയാണ്. അതിനുശേഷം പറഞ്ഞു നീ ഇന്ന് തന്നെ മുറി കാലിയാക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അക്ഷയ് പറഞ്ഞു ഞാൻ ഇവിടുത്തെ 2 മാസത്തെ അഡ്വാൻസും കാര്യങ്ങളും തന്നിട്ടുണ്ടായിരുന്നു, പിന്നെ അഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിയാണ്ട് എനിക്ക് പോകാനായിട്ട് പറ്റില്ല, നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പോലീസിൻ്റെ അടുത്ത് കേസ് കൊടുത്തോളാൻ പറയുകയാണ്. എന്തായാലും ലക്ഷ്മി അമ്മ അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് ആ ഒരു പയ്യനെ അറിയായിരുന്നു. കാരണം ഈ പോലീസിൻ്റെ അടുത്ത് കേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വിവരം പുറത്തറിയുമല്ലോ, പുറത്തറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് തന്നെയാണല്ലോ നാണക്കേട്. അപ്പോൾ 2 മാസത്തിനുള്ളിൽ ഇവിടെ നിന്ന് പോകണം എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അമ്മ താഴോട്ട് ഇറങ്ങി വരികയാണ് ഉണ്ടായത്. ലക്ഷ്മി അമ്മ തൻ്റെ മകൻ്റെ അടുത്ത് പറഞ്ഞില്ല, മഞ്ജുനാഥ് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തകർന്നു പോകും എന്നുള്ളത് ലക്ഷ്മി അമ്മക്ക് അറിയായിരുന്നു. അപ്പോൾ അവരത് ഒളിച്ചു വെച്ചു. 2 മാസം കഴിഞ്ഞ് ആ പയ്യൻ പോകുമല്ലോ, എന്തായാലും അതിനുശേഷം മരുമകൾ നന്നായിക്കോളൂ എന്നുള്ളൊരു ചിന്തയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിൻ്റെ ഇടയിൽ ഈ ഒരു രാഘവേന്ദ്രക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു പയ്യൻ്റെ ഫോൺ ആ പയ്യനില്ലാത്ത സമയത്ത് നൈസായിട്ട് എടുത്തും കയറ്റി രാഘവേന്ദ്ര നോക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ അക്ഷയിൻ്റെ ഫോണിൽ നിന്ന് താഴത്തെ വീട്ടിലുള്ള ആ ഒരു സ്ത്രീയുടെ ന്യൂഡായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നതും ഈ ഒരു പയ്യൻ അങ്ങോട്ടും മെസ്സേജ് അയച്ചിരിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു പയ്യൻ കണ്ടെത്തുകയാണ്. അതിനുശേഷം ഈ പയ്യനാകപ്പാടെ പ്രാന്തായി അക്ഷയനെ കണ്ടപ്പോൾ നേരെ കഴുത്തിൽ പിടിച്ചും കയറ്റി ഇതേപോലെ തന്നെ ഒരുപാടധികം ചൂടാവുകയാണ് ഉണ്ടായിരുന്നത്. നമ്മളെ സ്വന്തം അമ്മനെ പോലെ കാണുന്ന ഒരാളല്ലേ, അവിടെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കൊണ്ടുതരും, അതുപോലെ തന്നെ നമുക്ക് ഇത്രയും കുറവ് വാടകയ്ക്കാണ് അവർ ഇതേപോലെ തന്നെ റൂമും കാര്യങ്ങളൊക്കെ തന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഫുഡും വാങ്ങിയിട്ട് അവരുടെ അടുത്ത് ദ്രോഹം ചെയ്യാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചോദിക്കുകയാണ് ഉണ്ടായത്. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവരുതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെറിയൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരുടെ മെയിൻ കൺസേൺ ലക്ഷ്മിയമ്മ അറിഞ്ഞു, അത് കാരണം ഇവർക്ക് തമ്മിൽ പിന്നെ കാണാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഇവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ആയപ്പോൾ ഇവർ രണ്ടുപേരും ഫ്രസ്ട്രേറ്റഡ് ആവുകയാണ്. എന്നാൽ അതിനുശേഷം പതിയെ വീട്ടുകാരറിയാതെ ഈ ഒരു രാഷ്മി വീണ്ടും കോളിങ്ങും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുകയാണ്. വീണ്ടും വീഡിയോ കോളും പരിപാടികളൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു രാഷ്മി പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ലക്ഷ്മി അമ്മ എൻ്റെ ഭർത്താവിൻ്റെ അടുത്തും അതുപോലെ തന്നെ അവരുടെ അതായത് അച്ഛൻ്റെ അടുത്തും കാര്യങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പ്രശ്നമായനെ. അപ്പോൾ നമ്മളുടെ ഇടയിൽ ആകപ്പാടുള്ള ഒരു പ്രശ്നം ഈ ഒരു ലക്ഷ്മി അമ്മയാണ്. ലക്ഷ്മി അമ്മ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വിവരം ആരും അറിഞ്ഞിട്ടുമില്ല. അതുപോലെ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാം, വലിയ സീനൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം ഈ ഒരു രാഷ്മി അക്ഷയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അക്ഷയും ആ ഒരു രീതിയിൽ ചിന്തിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ലക്ഷ്മി അമ്മയെ ഇല്ലാതാക്കാനായിട്ടുള്ളൊരു പ്ലാൻ എടുക്കുകയും ചെയ്തു. അങ്ങനെ ഒക്ടോബർ 5-ാം തീയതി അക്ഷയ് 2 ഉറക്ക ഗുളിക ഈ ഒരു രാഷ്മിക്ക് കൊടുക്കുകയാണ് ഉണ്ടായത്. രാഷ്മി അത് ഈ ഒരു ലക്ഷ്മി അമ്മയുടെ ഫുഡിൽ കലർത്തിയിട്ട് കൊടുത്തു. അവർ ഇതേപോലെ തന്നെ മയങ്ങി വീണു. അക്ഷയ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗുളിക കൊടുക്കുക, അതിനുശേഷം വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തോട്ട് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഈ ഒരു ഗുളിക കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് നല്ല രീതിയിൽ ഉറക്കം വരികയാണ്. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും മാർക്കറ്റിലോട്ട് പോകുന്നില്ല, നല്ല ക്ഷീണം, ഞാൻ ഒന്ന് ഉറങ്ങാൻ പോവാണെന്നുള്ള കാര്യം ലക്ഷ്മിയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ പോയി കിടന്ന് ഉറങ്ങുകയാണ് ഉണ്ടായത്. വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ലക്ഷ്മിയും അതുപോലെ തന്നെ ഈ ഒരു അച്ഛനും, അതായത് അമ്മായച്ഛനും കൂടെ നേരെ മാർക്കറ്റിലോട്ട് പോയി. ഇയാളെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ ഫ്രണ്ടിനെ, അതായത് പുരുഷോത്തമൻ എന്നായിരുന്നു ഫ്രണ്ടിൻ്റെ പേര്, അക്ഷയും പുരുഷോത്തമനും മുകളിലുണ്ടായിരുന്നു ഈ ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട്. അപ്പോൾ അവർ നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പുറത്തോട്ടൊക്കെ പോയി ഒരു ടൈം കിട്ടിയപ്പോൾ കറക്റ്റായിട്ട് ഇവർ താഴോട്ട് ഇറങ്ങി വരികയാണ്. അവിടെ ആരും ഉണ്ടാവില്ല, ഈ ഒരു ലക്ഷ്മിയമ്മ കിടന്ന് ഉറങ്ങായിരിക്കും എന്നുള്ളത് ഇവർക്ക് അറിയാം. ഇവർ താഴോട്ട് നേരെ വന്നിട്ട് തലേണയെടുത്ത് മുഖത്ത് വെച്ച് ആ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതിനുശേഷം അവരെ എടുത്ത് ബാത്റൂമിലോട്ട് കൊണ്ടുപോയി ബോഡി എന്നിട്ട് ബാത്റൂമിൽ തെന്നി വീണ പോലെ സെറ്റ് ചെയ്തു. പിന്നീട് ഒന്നും അറിയാത്തതുപോലെ മുകളിലോട്ട് പോയിട്ട് അവരുടെ കാര്യങ്ങളും പരിപാടിയൊക്കെ ചെയ്തു. അതിനുശേഷം ഈ ഒരു രാഷ്മി തിരിച്ചു വരികയാണ്. അപ്പോൾ എന്തായാലും ഒരു പരിപാടി ഒപ്പിച്ചിട്ടുണ്ടാവും എന്നുള്ളൊരു തോട്ടിലാണ് ഇവർ തിരിച്ചു വന്നത്. തിരിച്ചു വന്നപ്പോൾ ഈ ഒരു കാഴ്ചയാണ് കാണുന്നത്. ആ ഒരു സമയത്ത് ഇവർ കരയുകയാണ്. ആ ഒരു ടൈമിലാണ് ഈ ഒരു അച്ഛൻ മഞ്ജുനാഥിനെ വിളിക്കുന്നതും അതിനുശേഷം മഞ്ജുനാഥ് ഇങ്ങോട്ട് വരുന്നതും ബാക്കി ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നതും. ഹോസ്പിറ്റലിലോട്ടെത്തി ഡോക്ടേഴ്സ് ഹാർട്ട് അറ്റാക്ക് ആയിരിക്കാം മരണകാരണം എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു രാഷ്മിക്ക് ഒരു സമാധാനമാവുകയാണ്. അതിനുശേഷം ഓട്ടോപ്സി വേണ്ടാന്ന് വീട്ടുകാരോട് പറഞ്ഞപ്പോൾ ആശ്വാസമായി. അപ്പോൾ അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രാഘവേന്ദ്രക്ക് ഒരു ഡൗട്ട് തോന്നുകയാണ്. ലക്ഷ്മി അമ്മക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, അവർ കൂളായിട്ട് നടക്കുന്നുണ്ടായിരുന്നു, ഓടിച്ചാടി നടക്കുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ എന്താ പറയുക, അവർക്കൊരു അസുഖവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരെന്തെങ്കിലും ചെയ്തതായിരിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് ഈ ഒരു പയ്യനുണ്ടാവുകയാണ്. അതായത് തൻ്റെ റൂംമേറ്റും അതുപോലെ തന്നെ ലക്ഷ്മിയമ്മയുടെ മരുമകളും കൂടെ ചേർന്നിട്ടായിരിക്കും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമോ എന്നുള്ളൊരു ഡൗട്ട് ഈ ഒരു പയ്യൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ തിളക്കാനായിട്ട് തുടങ്ങി. ഈ പയ്യനാണെന്നുണ്ടെങ്കിൽ ലക്ഷ്മിയമ്മയെ അത്രയ്ക്ക് കാര്യമായിരുന്നു, സ്വന്തം അമ്മയെ പോലെയൊക്കെ ആയിരുന്നു കണ്ടിരുന്നതെന്നാണ് പറയുന്നത്. ഈ ഒരു സംശയം പറയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ആൾ മഞ്ജുനാഥിനെ വിളിച്ചത്. മഞ്ജുനാഥിനെ വിളിച്ചിട്ട് ആള് ഇതുപോലെ തന്നെ നിങ്ങളുടെ ഭാര്യ എൻ്റെ റൂംമേറ്റിൻ്റെ കൂടെ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അവർ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്, അവർ സ്ഥിരമായിട്ട് ഇതേപോലെ തന്നെ കിടക്ക പങ്കിടാറുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മഞ്ജുനാഥ് ആകപ്പാടെ ദേഷ്യത്തിൽ ഈ ഒരു പയ്യൻ്റെ കോളറിന് കയറി പിടിക്കുകയാണ്. എൻ്റെ ഭാര്യനെ കുറിച്ചിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയണോ എന്നുള്ളതൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പയ്യൻ പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള കാര്യമാണ്. അതായത് ആ ഒരു പയ്യൻ ഇതേപോലെ തന്നെ ആ ഒരു ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഇവരുടെ ന്യൂഡായിട്ടുള്ള വീഡിയോസും മറ്റും പരസ്പരം അയച്ചു കൊടുത്തിരുന്ന കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെ മഞ്ജുനാഥിൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ മഞ്ജുനാഥിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ഇവർ രണ്ടുപേരും കൂടിയിട്ടാണോ നിങ്ങളുടെ അമ്മയെ കൊലപ്പെടുത്തിയതെന്ന് എനിക്കൊരു സംശയമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മഞ്ജുനാഥ് ലാസ്റ്റ് ഇതെല്ലാം കേട്ടിട്ട്, ഓക്കെ, എൻ്റെ ഭാര്യയ്ക്ക് ഇതിൽ പങ്കുണ്ടെന്നുണ്ടെങ്കിൽ തക്കതായിട്ടുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കണം, നാണക്കേടൊന്നും നോക്കിയിട്ട് കാര്യമില്ല, എൻ്റെ മക്കളെ ഞാൻ തന്നെ നോക്കും എന്നുള്ള ആ ഒരു ഉറപ്പോട് കൂടിയിട്ട് വീട്ടിലോട്ട് പോവുകയാണ്. ഒരു തെളിവെങ്കിലും ഭാര്യയ്ക്കെതിരെ കൊടുക്കാനായിട്ട് മഞ്ജുനാഥ് ഈ ഒരു പയ്യനോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ആ ഒരു പയ്യൻ അന്ന് ഉറങ്ങാതെ ഇരുന്നിട്ട് ഈ ഒരു അക്ഷയ് ഉറങ്ങിയതിന് ശേഷം അപ്പോൾ എൻ്റെ ഫോൺ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇവരുടെ ചാറ്റും കാര്യങ്ങളും ഫോട്ടോസും ഒക്കെ ഇതേപോലെ തന്നെ ഫോട്ടോ എടുത്തിട്ട് നേരെ മഞ്ജുനാഥിന് ഫോർവേഡ് ചെയ്യാണ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൊണ്ടാണ് പിറ്റേ ദിവസം നേരെ മഞ്ജുനാഥ് പോലീസ് സ്റ്റേഷനിലോട്ട് പോയതും അതുപോലെ തന്നെ ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തതും. ഇവർ രണ്ടുപേരെയും ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് ഈ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വന്നത്. ഇപ്പോൾ ഇവർ 3 പേരും ജയിലിലാണ് കേട്ടോ. അതായത് ഇവർ രണ്ടുപേരും അതുപോലെ തന്നെ അയാളുടെ ഫ്രണ്ടായിട്ടുള്ള പുരുഷോത്തമൻ ഉണ്ടല്ലോ, അയാളും കൂടെ. അപ്പോൾ ഇതാണ് ലക്ഷ്മി അമ്മയുടെ സ്റ്റോറി. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റദീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.